അപ്പോൾ ഇവിടെ ആര്യൻ്റെ ഒരു ഗെയിമാണോ അതോ അറിയാതെ സംഭവിച്ചു പോയതാണോ എന്നറിയില്ല. എവിടെയും പിടി തരാതെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? സർപ്രൈസ്. ലൈവില് ഒരു കണക്ഷനും ഇല്ലാത്തൊരു ക്ലിപ്പ് ലൈവിൽ കാണിച്ചു. അതായത് ആര്യൻ എന്ന് പറയുന്നത് പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരെയും വിളിപ്പിച്ചിട്ട് രണ്ടുപേരുടെയും മുഖത്ത് തേക്കേണ്ടതായിട്ട് വന്നു. എഴുതിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആര്യന് നേരെയും റെനയ്ക്ക് നേരെയും. ആര്യന് 23 വയസ്സ്, റെനയ്ക്ക് 19 വയസ്സ്. ഈ ചെറിയ പ്രായത്തിൽ ഒറ്റയ്ക്കാണ് ആ ഒരു ഫൈറ്റിൽ ലീഡ് ചെയ്യുന്നുള്ള രീതിയിൽ ഞാനും കൂടെ ഉണ്ടാവും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം മിക്കവാറും ആര്യൻ അത് പറഞ്ഞിട്ടുണ്ടാവും. ഒരിക്കൽ പെട്ടുകിടക്കുന്ന ചില ആൾക്കാരുടെ കഥകൾ ഞങ്ങൾ പറയാം. എന്തായാലും ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. റെന ഫാത്തിമയുടെ കേസിൽ അവർ ഒരു അടിപൊളി പ്ലെയർ ആണ്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ബിഗ് ബോസും ഞങ്ങളും പ്രേക്ഷകരും മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് പേളി പറയും? അത് സീരിയസ്. എനിക്ക് ശ്രീനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് വിത്ത് ഹിം. ആയിരിക്കും. പക്ഷെ ആര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോംബോ ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണോ ലവ് കോംബോ ആണോ എന്നൊന്നും നമുക്കറിയില്ല. അതേ സമയത്ത് ആര്യനെ കുറിച്ച് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ റെന ഫാത്തിമ. എന്നിട്ട് പിന്നീട് ആദിലയുടെ അടുത്ത് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയും. സോ നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 എന്ന കുടുംബത്തിനകത്ത് ഇതാ മറ്റൊരു കുടുംബം കൂടി ഉടനടി ജനിക്കാൻ പോവുകയാണ്. ഓക്കെ, വേറൊന്നുമല്ല, ലൈവ് കാണുന്നവർക്ക് ഏകദേശം കത്തിക്കാണും. നല്ലതായിരിക്കും ഞാൻ പറഞ്ഞാൽ ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചിട്ട്. ഓക്കെ, ആ വീഡിയോക്ക് ശേഷം നമുക്ക് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവില് ഒരു കണക്ഷനും ഇല്ലാത്തൊരു ക്ലിപ്പ് ലൈവിൽ കാണിച്ചു. അതായത് നമ്മുടെ റെന ഫാത്തിമയും നമ്മുടെ ആര്യനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. കൈയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി, ഞാൻ കൂടെ നിൻ്റെ ഒപ്പം നിൽക്കാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, നിനക്ക് നിൻ്റെ സൗണ്ട് വോയിസ് റൈസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നീ ജസ്റ്റ് എന്നെ ഒന്ന് നോക്കിയാൽ മതി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉറപ്പൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ആര്യം പോകുന്നുണ്ട്. റെന ഫാത്തിമ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് കറക്റ്റ് സംഭവം എന്ന് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായല്ലോ ഈ ഏജിൻ്റെ ഒരു കേസ് പറഞ്ഞിട്ട്. അപ്പോൾ റെന ഫാത്തിമ ഒറ്റയ്ക്കാണ് ആ ഒരു ഫൈറ്റിൽ ലീഡ് ചെയ്യുന്നുള്ള രീതിയിൽ ഞാനും കൂടെ ഉണ്ടാവും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം മിക്കവാറും ആര്യൻ അത് പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. റെന ഫാത്തിമയുടെ കേസിൽ അവർ ഒരു അടിപൊളി പ്ലെയർ ആണ്. നല്ല ഇന്റലിജന്റ് പ്ലെയർ ആണ്. ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണ്. കോംബോസ് ഇല്ലാതിരുന്നാൽ റെന ഫാത്തിമയ്ക്ക് അത് നല്ലതായിരിക്കും. പക്ഷെ ആര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോംബോ ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണോ ലവ് കോംബോ ആണോ എന്നൊന്നും നമുക്കറിയില്ല. റെന ഫാത്തിമയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റുമാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം. സോ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ആ വീഡിയോക്ക് താഴെ വന്ന കുറച്ച് കമൻസ് ഉണ്ട്. ആ കമൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വായിപ്പിച്ചു തരാം. So first of all, Rana will never get into a love track because of her alibi is everything. She would not do anything by forgetting alibi. In terms of age, she might be the youngest on there, but in maturity, she is far ahead of everyone else there. She would not lower her standard. She is such a beautiful soul. In my opinion, she is more deserving to win than anyone else there. If we judge based on character instead of age, everyone will be able to understand her true worth. Compared to how others speak there, the maturity and clarity with which she expresses herself is on another level. Rana is exactly the kind of person the next generation need to look up to. വേറൊന്നുമല്ല, നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 6 സീസണുകളായിട്ടും ബിഗ് ബോസിൽ ഒരു ലോ കോംബോ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ ലോ കോംബോ എല്ലാ സീസണിലും ഉണ്ടാകുന്ന പോലെ തന്നെ ഈ സീസണിലും അത് റെന ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് റെനക്കല്ല ആവശ്യം, ആ ആവശ്യം ബിഗ് ബോസിനും ആര്യനുമാണ്. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം ആര്യൻ എന്ന പ്ലെയർ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് വളരെ ശോകം ഗെയിം പ്ലേ ആണ്. അത് മാത്രമല്ല ആര്യൻ്റെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പലപ്പോഴും പറ്റുന്നില്ല ബിഗ് ബോസിനകത്ത്. ഓക്കെ, അതെന്തുകൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ ആര്യൻ്റെ ആ ഒരു ക്യാരക്ടർ മേ ബി അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ഏറ്റവും കൂടുതൽ ആ ഒരു സ്ക്രീൻ പ്ലേസ് കിട്ടാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ അത് ലോ കോംബോയുടെ ആയിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ലോ കോംബോ കളിക്കാൻ ആര്യൻ്റെ അതേ ഏജ്. കാരണം ആര്യനാണ് ബിഗ് ബോസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മെയിൽ. ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ലൈവില് ബിഗ് ബോസിനകത്ത് ഉണ്ടാകേണ്ട ഒരു മാറ്റം എന്ന് തോന്നുന്നത് ഈ ഏജ് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിധി വിടുന്ന ഒരു ചവിട്ടി താഴ്ത്തൽ അത് ബിഗ് ബോസിനകത്ത് നിഴലിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആര്യന് നേരെയും റെനയ്ക്ക് നേരെയും. ആര്യന് 23 വയസ്സ്, റെനയ്ക്ക് 19 വയസ്സ്. ഈ ചെറിയ പ്രായത്തിൽ അവരുടെ പ്രായം കുറവ് തന്നെയാണ്, അതെല്ലാവർക്കും അറിയാം.
ഈ ചെറിയ പ്രായത്തിൽ ബിഗ് ബോസ് പോലെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ നിസ്സാരമായ ഒരു അച്ചീവ്മെൻ്റ് അല്ല. 30, 40, 50 ഒക്കെ ആയ പ്രായത്തിലുള്ള ആളുകൾ ഇപ്പോൾ ബിഗ് ബോസിൽ എത്തിയപ്പോൾ ഈ പിള്ളേർ കുറച്ച് നേരത്തെ അവിടേക്ക് എത്തി. സോ അവർ അത്രയും ഡിസർവിങ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ എത്തിയത്. ഇന്ന് അനുവുമായിട്ടുണ്ടായ ഫൈറ്റിൽ ആര്യൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്. വഴക്കുണ്ടാക്കിയത് അനു ആണെങ്കിലും ആര്യൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല, ശരിയാണ്. അതുപോലെ തന്നെ സാബുവുമായിട്ടുണ്ടാക്കിയ വഴക്കിൽ റെനയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങോട്ട് പോയി കുറെ ചൊറിഞ്ഞ് അനാവശ്യമായി വഴക്കുണ്ടാക്കി അവസാനം കരഞ്ഞു. അതുകൊണ്ട് സാബുവിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, റെനയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. അവരാണ് എനിക്ക് തോന്നുന്നു തുടങ്ങിയത് തന്നെ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലപ്പോഴും പല കണ്ടസ്റ്റൻസും ബിഗ് ബോസ് വീടിനകത്ത് ഇവരുടെ ഏജിനെ വച്ചിട്ട് ഇവരെ ചവിട്ടി താഴ്ത്തുന്ന പോലെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നോമിനേഷൻസിൽ അല്ലാതെ ആർഗ്യുമെന്റ്സ് നടക്കുമ്പോൾ, അതായത് ഈ വലിയ ചേട്ടൻ കളിയും വലിയ മാമൻ കളിയും ആൻറ്റി കളിയും ഒക്കെ കുറച്ച് കൂടുന്ന പോലെ തോന്നുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ താക്കീത് കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഓക്കെ, സോ ആ മെയിൽ കണ്ടസ്റ്റൻസിൻ്റെ അതേ പ്രായത്തിൽ കുറഞ്ഞൊരു ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് ഈ പറഞ്ഞ റെന. ഓക്കെ, സോ ആര്യൻ ഏറ്റവും കൂടുതൽ ലോ കോംബോ കളിച്ച് ആ ഒരു ഓഡിയൻസിൻ്റെ അറ്റൻഷൻ എടുക്കാൻ പറ്റുന്ന ഒറ്റ വ്യക്തി എന്ന് പറഞ്ഞ റെനയാണ്. സോ ആര്യനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം. നേരത്തെ പറഞ്ഞ പോലെ ആര്യനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം ആ ഒരു ലോ കോംബോ കളിക്കാൻ. ഓക്കെ, സോ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ റെന ഒറ്റ കളിക്കുന്നതാണ്, കളിക്കൂ ഷീ വാസ് ദ പൊട്ടൻഷ്യൽ. ഓക്കെ, ആലിബിൻ്റെ നെഞ്ചിന് പിഴച്ചുണ്ടാവും, ഹോപ്പ് ഷീ വുഡ് നോട്ട് ബി നെക്സ്റ്റ് ജാസ്മിൻ. യെസ്, ഇവിടെ ജാസ്മിൻ്റെ പേര് ഒരുപാട് പേരെടുത്ത് പറയുന്നുണ്ട്. കാരണം ജാസ്മിനും ഈ പറഞ്ഞ പോലെ തന്നെ സീസൺ മുമ്പ് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. ആ സീസണിൽ ബിഗ് ബോസിൽ കയറുന്നു, റിലേഷൻഷിപ്പിലാവുന്നു ഗബ്രിയായിട്ട്, പിന്നെ നടന്ന എല്ലാവർക്കും അറിയാമല്ലോ. സോ എല്ലാവരും ജാസ്മിൻ ഇതോട്ട് വലിച്ചിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഓക്കെ, റെന വിൽ നെവർ ഡു ലവ് കോംബോ ലൈക്ക് ജാസ്മിൻ. അവൾക്ക് പുറത്ത് ബോയ് ഫ്രണ്ട് ഉണ്ട് ആലിബ്. ഓക്കെ, സോ അതിൻ്റെ വന്ന റിപ്ലേസ് നോക്കുകയാണെങ്കിൽ ജാസ്മിനും പുറത്ത് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതാണ് പറയുന്നത്. സോ ജാസ്മിനും ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ജാസ്മിന് മുന്നേ 3 or 4 ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവൾക്ക് കേസ് അങ്ങനെയല്ലല്ലോ, അവളുടെ കേസ് അങ്ങനെയല്ലോ. റെനയുടെ ബോയ് ഫ്രണ്ട് അവളെ ബിസിനസ് പാർട്ണറാണ്, അവളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ അവനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അവളുടെ റീൽസ് കണ്ടാൽ മനസ്സിലാവും, എല്ലാ റീൽസിനും ആലിബ് പറഞ്ഞുകൊണ്ടിരിക്കും. സോ അതിനുശേഷം കമൻറ്റ് ഇതാണ്, 19 വയസ്സിൽ ജാസ്മിനും ഒരു ലവർ ഉണ്ടായിരുന്നു. പിന്നെ ജാസ്മിന് സോഷ്യൽ മീഡിയ നോക്കിയതും അഫ്സലാണ്. ഓക്കെ, കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മൈൻഡ് ഇപ്പോൾ വേണേലും മാറും. അഫ്സലും അയാളുടെ റിലേഷൻ പബ്ലിക് അല്ലായിരുന്നു, ബട്ട് റെനയുടെ റിലേഷൻ പബ്ലിക്കാണ്. നോ ലവർ കോംബോ ബെസ്റ്റി കോംബോ. സോ ഒരു ബെസ്റ്റി കോംബോ വരാൻ ചാൻസ് ഉണ്ട് എല്ലാവരും പറയുന്നത്. എനിവേ അല്ലെ ആലിബ്, അപ്പോൾ ഞാൻ ആരാ? ഓക്കെ, അല്ലെങ്കിൽ ലുക്കുള്ളവർക്ക് പെട്ടെന്ന് സെറ്റാകും സിറ്റുവേഷൻഷിപ്പ്. ഓക്കെ, അങ്ങനെ കാര്യം മാട്ടെ. ഇവിടെ ആരാണ് ഏറ്റവും ആവശ്യം? കാരണം ആര്യന് ബിഗ് ബോസിൻ്റെ ആ ഒരു ആര്യൻ്റെ ഗെയിം പ്ലേക്ക് ഏകദേശം തിരിഞ്ഞിട്ടുണ്ടൊക്കെ. അത് മാത്രമല്ല ബിഗ് ബോസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ എല്ലാ സീസണുകളിൽ വന്ന ഒരു ലോ കോംബോ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു നാണക്കേട് ബിഗ് ബോസില്ലേ. അത് മാത്രമല്ല റെന ഇസ് എ കിഡ്, ആര്യൻ ഇസ് എ മുതുക്കും. ഒക്കെ കോംബോ തുടങ്ങി എക്സാക്റ്റിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അത് മാത്രമല്ല പുറത്ത് വരുമ്പോഴേക്ക് ഇവൾ ആലിബിനെ തേക്കുമോ? റെനയെ അന്നോട് പന്നി കോംബോ പിടിക്കാനേ വേറെ ആരെങ്കിലും കിട്ടിയോ? റെനയെ അന്നോട പന്നി കോംബോ പിടിക്കണേ വേറെ. സോ എനിക്ക് മനസ്സിലായില്ല. സോ ഒരുപാട് പേര് ആര്യനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടോ കമൻറ്റ് ബോക്സിൽ. PR വർക്ക് അറിയത്തില്ലെങ്കിൽ പോലും ആര്യൻ പ്ലസ് റെന കോംബീസ് അരീന. ഇതിപ്പോൾ എന്താ നടക്കണേ? ഗബ്രി ജാസ്മിൻ പോലെയാവോ? എന്താവുമല്ലോ അരീന നമുക്ക് ഫണ്ണാണല്ലോ. സോ ആലിബ് മുമ്പിൽ ലവ് ട്രാക്ക്, ആലിബ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. അടുത്ത ജാസ്മിൻ ഗബ്രി, ഇത് കഴിഞ്ഞ ജാസ്മിനും ഗബ്രിയും ആലിബ് മൂഞ്ചി. സോ സ്വർഗത്തിലെ കട്ടറും പിന്നെ ഒരു ജാസ്മിനും ഗബ്രിയും വേണ്ട, ആലിബ് കോംബോ തുടങ്ങി. ഇനി ഇവരുടെ കണ്ടന്റ് ഫുൾ എപ്പിസോഡ് ആര്യൻ വേണം. സോ എന്തായാലും എങ്കിൽ പോലും റെന ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഗെയിമറാണ് ആര്യൻ. നോക്കി എൻ്റെ ഒരു ക്ലിപ്സ് അങ്ങ് കിട്ടുതരാം. പുള്ളി നാച്ചുറലായിട്ട് ഉണ്ടായ കാര്യം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗെയിം ആയിരിക്കാം. അതായത് ഈ ഒരു ജോഡിയായിട്ട് ഒരു കണ്ടസ്റ്റന്റ് അകത്ത് വരുമ്പോൾ അതിൽ ഒരാൾ കാരണം മറ്റൊരാൾക്ക് കൂടി സഫർ ചെയ്യേണ്ടി വരിക. ഇത് മുൻപ് നമ്മൾ പല സീസണുകളിലും പല ഭാഷകളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആര്യൻ്റെ ഒരു ഗെയിമാണോ അതോ അറിയാതെ സംഭവിച്ചു പോയതാണോ എന്നറിയില്ല. എവിടെയും പിടി തരാതെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ എന്ന് പറയുന്നത്. പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരെയും വിളിപ്പിച്ചിട്ട് രണ്ടുപേരുടെയും മുഖത്ത് തേക്കേണ്ടതായിട്ട് വന്നു. അതേ സമയത്ത് ആര്യനെ കുറിച്ച് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ റെന ഫാത്തിമ. എന്നിട്ട് പിന്നീട് ആദിലയുടെ അടുത്ത് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് വളരെ സ്മാർട്ടായിട്ട് കളിക്കാനാണ് ആര്യൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുമുണ്ട്. സോ കണ്ടാണ് വിശ്വസിക്കുന്നു. അങ്ങനെ ബിഗ് ബോസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്ലിപ്പങ്ങൾ ഇപ്പോൾ കണ്ടത്. സോ അത് മുതൽ എല്ലാ എപ്പിസോഡിനകത്തും എന്താ ഇപ്പോൾ നമ്മളെ റെന ആര്യൻ്റെ ഗെയിം പ്ലേ നോക്കുന്നുണ്ട്. സോ ആര്യൻ റെന ഏജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. കാരണം ആ ഒരു ഇഷ്യൂയോട് കൂടി റെനയും ആര്യനും ഏകദേശം സെറ്റാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ രണ്ടുപേരാണ് ബിഗ് ബോസ് സീസണകത്തെ ഈ സീസണകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥികളൊക്കെ. സോ അവരെ ഒറ്റപ്പെടുത്തിയാണ് വീട്ടുകാരെ പൊതുവേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇപ്പോൾ ലവ് കോംബോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് കോംബോ കളിച്ച് മുന്നേറുകയാണ്. ഓക്കെ, അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നവ വീഡിയോ ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്തോളി. ബൈ.